പ്രിയമുള്ളവരെ, നാം ഇന്നോർക്കുന്നത് മോചനത്തിൻ്റെ സന്ദേശവുമായി വന്ന വിശുദ്ധ പീറ്റർ നൊളാസ്കോയെക്കുറിച്ചാണ്. അടിമത്തത്തിൻ്റെ ചെങ്ങലകളിൽ അകപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരെ മോചിപ്പിക്കാൻ തൻ്റെ ജീവിതവും സമ്പത്തും പൂർണ്ണമായി സമർപ്പിച്ച കരുണയുടെ പ്രവാചകനാണ് വിശുദ്ധ പീറ്റർ നൊളാസ്കോ. 12-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജനിച്ച അദ്ദേഹം തടവിലാകപ്പെട്ട ക്രിസ്ത്യാനികളെ വീണ്ടെടുക്കുന്നതിനായി ഓർഡർ ഓഫ് മേഴ്സി എന്ന സന്യാസ സഭ സ്ഥാപിച്ചു. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിനായി സ്വന്തം ജീവൻ പണയം വെക്കാനും തയ്യാറായ പീറ്റർ ലോകത്തിനു മുന്നിൽ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ഉന്നത മാതൃകയായി ഇന്നും തിളങ്ങി നിൽക്കുന്നു. 1189 ഫ്രാൻസിലെ ലാംഗൊഡക്കിലാണ് പീറ്റർ ജനിച്ചത്. സമ്പന്നമായ ഒരു കുടുംബത്തിലായിരുന്നു ജനനമെങ്കിലും ലളിതമായ ജീവിതത്തോടായിരുന്നു അദ്ദേഹത്തിന് താൽപ്പര്യം. അക്കാലത്ത് സ്പെയിനിലും വടക്കൻ ആഫ്രിക്കയിലും മൂറുകൾ ക്രിസ്ത്യാനികളെ തടവിലാക്കി അടിമകളായി വിൽക്കുന്നത് പതിവായിരുന്നു. ഈ കാഴ്ച പീറ്ററിൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. തൻ്റെ പിതാവിൻ്റെ മരണശേഷം ലഭിച്ച വലിയൊരു സ്വത്ത് പീറ്റർ അടിമകളെ വില കൊടുത്തു വാങ്ങി മോചിപ്പിക്കുന്നതിനായി ചെലവഴിച്ചു. നിരവധി ആളുകൾക്ക് അദ്ദേഹം സ്വാതന്ത്ര്യം വാങ്ങി നൽകി. അടിമകളെ മോചിപ്പിക്കാനുള്ള ദൗത്യം ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട പീറ്റർ പ്രാർത്ഥനയിൽ അഭയം തേടി. ആ സമയത്ത് പരിശുദ്ധ മറിയം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും അടിമകളെ മോചിപ്പിക്കാനായി ഒരു സന്യാസ സഭ സ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 1118 അദ്ദേഹം ഓർഡർ ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി എന്ന സഭയ്ക്ക് രൂപം നൽകി. സ്പെയിനിലെ ജെയിംസ് ഒന്നാമൻ രാജാവിൻ്റെ പിന്തുണയും ഇതിന് ലഭിച്ചു. സാധാരണ സന്യാസ വ്രതങ്ങൾക്ക് പുറമെ മറ്റൊരു സവിശേഷ വ്രതം കൂടി ഈ സഭയിലെ അംഗങ്ങൾ എടുത്തിരുന്നു. ആവശ്യമെങ്കിൽ ഒരു അടിമയ്ക്ക് പകരം സ്വന്തം ജീവൻ നൽകാനോ അല്ലെങ്കിൽ പകരമായി തടവിൽ കഴിയാനോ അവർ തയ്യാറാകണം എന്നതായിരുന്നു അത്. പീറ്ററും അദ്ദേഹത്തിൻ്റെ അനുയായികളും ആഫ്രിക്കൻ തീരങ്ങളിലേക്ക് കടന്നു ചെന്ന തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളെ മോചിപ്പിക്കാൻ ധീരമായി പ്രവർത്തിച്ചു. പലപ്പോഴും അവർക്ക് മാരകമായ പീഡനങ്ങളും നേരിടേണ്ടി വന്നു. പീറ്ററിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 2700ഓളം അടിമകൾ മോചിപ്പിക്കപ്പെട്ടതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. ഭയമില്ലാതെ സുവിശേഷം പ്രസംഗിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. തൻ്റെ കർമ്മമണ്ഡലത്തിൽ സജീവമായിരിക്കുമ്പോഴും ആത്മീയ കാര്യങ്ങളിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു. പ്രാർത്ഥനയും ഉപവാസവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. 1256 ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയായി. മരണസമയത്തും തൻ്റെ സഭാംഗങ്ങളോട് തടവിലാകപ്പെട്ടവർക്ക് വേണ്ടി തുടർന്നും പ്രവർത്തിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. വിശുദ്ധ പീറ്റർ നൊളാസ്കോയുടെ ജീവിതം മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള വലിയൊരു പോരാട്ടമായിരുന്നു. മറ്റുള്ളവരുടെ തടവറകൾ തകർക്കാൻ തൻ്റെ ജീവിതം തന്നെ പണയപ്പെടുത്തിയ അദ്ദേഹം സ്നേഹത്തിൻ്റെ ഉന്നത മാതൃകയാണ്. 1628 ഉർബൻ 8-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അടിമത്തത്തിൻ്റെ വിവിധ രൂപങ്ങൾ നിലനിൽക്കുന്ന ഇന്നത്തെ ലോകത്ത് പീറ്റർ നൊളാസ്കോയുടെ ജീവിതം പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു.